കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടി ഓടി ചെല്ലാറുണ്ട്. ആഴ്ചയിലൊരിക്കലെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലും തന്നെ വീട്ടിൽ പോകും കേട്ടോ. വീട്ടിൽ പോവും, അവിടെ ചെന്ന് 2 ദിവസം നിൽക്കും, അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ചു പോരും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ മൂത്ത കുട്ടി ഉണ്ടായി, രണ്ടാമത്തെ കുട്ടി ഉണ്ടായി, ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നടന്ന്, അവർ വീട്ടിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരും ഫ്രീ ആയി, അച്ഛനും അമ്മയും വയസ്സായൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീടുകളിൽ ചെല്ലും, നമ്മുടെ സ്വന്തം വീടുകളിൽ ചെല്ലും. ഒരു ദിവസം ചിലപ്പോൾ 2 ദിവസം നിൽക്കാനായിരിക്കും നമ്മൾ വീട്ടിൽ ചെല്ലുക. അന്നേരം ചെല്ലുമ്പോൾ വിളിക്കാത്ത കല്യാണത്തിന് നമ്മൾ ചെന്ന് ഫുഡ് കഴിക്കില്ലേ, അതുപോലെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ കൂടി നമ്മൾ അങ്ങോട്ട് കയറി സംസാരിക്കണം. അവർ ഒരു താല്പര്യമില്ലാതെ നമ്മുടെ അടുത്ത് മിണ്ടും. പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്നത് തന്നെ ഭയങ്കര ഒരു ഡിസ്റ്റർബൻ്റായിട്ട് അവർക്ക് തോന്നും. പിന്നെ നമ്മൾ അവിടേക്കുള്ള പോക്ക് നിർത്തും. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല, എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ പറ്റണമെന്നില്ല. ഇപ്പോഴും ഞാൻ അറിയുന്ന കുറച്ച് പേർക്കെങ്കിലും അവരവരുടെ വീട്ടിലെപ്പോഴും കയറി പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു 100%-ൽ 90% പേരും അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് സ്വന്തം വീട് എന്ന് പറയുന്നത് ഒരു അന്യൻ്റെ വീടായിട്ട് ചിലപ്പോൾ മാറിയേക്കാം, കുറച്ച് പേർക്കെങ്കിലും. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതിൽ കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലായി കാണും. നമ്മളവിടെ ചെല്ലണു, നമ്മൾ എന്തോ തീർത്തും ഒരു അന്യൻ്റെ വീട്ടിൽ ചെന്ന് കയറിയതുപോലെ. അന്യൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർ എന്താ വന്നതെന്നെങ്കിലും ചോദിക്കും. ഇതങ്ങനെ ഒരു ചോദ്യവും പറച്ചിലോ ഒന്നും ഉണ്ടാവാറില്ല. എപ്പോഴാണ് വന്നേന്നോ, അല്ലെങ്കിൽ അതെടുത്ത് കഴിക്കുന്നോ, അല്ലെങ്കിൽ ചേട്ടനെന്ത് ചെയ്യുന്നോ, പിള്ളേരെന്ത് ചെയ്യുന്നോ, എന്തെങ്കിലും ഒരു വിശേഷങ്ങൾ ചോദിക്കണ്ടേ. അങ്ങനെയുള്ളൊരു ചോദ്യവും പറച്ചിലൊന്നും ഇല്ല. പിന്നീട് നമ്മൾ അവിടത്തേക്കുള്ള പോക്ക് നിർത്തും. പിന്നെ ഒരു ഇതെന്ന് പറയാൻ കാരണം, ഒരു ആശ്വാസം എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. അച്ഛനമ്മയുടെ കാലം വരെ നമുക്ക് നമ്മുടെ സ്വന്തം വീടുകളിൽ ചെല്ലാം, അല്ലെങ്കിൽ അവിടെ എപ്പോൾ വേണമെങ്കിലും ഓടി ചെല്ലാം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാനൊരു വീടില്ല, അല്ലെങ്കിൽ പറയാൻ ഒരാളില്ല. അപ്പോൾ സ്വന്തം പെൺകുട്ടികളായാലും നമുക്ക് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ മാത്രമാണ് അവരുടെ ഒരു സ്നേഹമോ കരുതലോ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം ആരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കിട്ടണമെങ്കിൽ ചിലർക്ക് അതിന് അങ്ങനെ ചിലരുടെ ഭാഗ്യം പോലെ ഇരിക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം മക്കളുണ്ട്, മക്കൾ നോക്കണില്ല എന്ന് പറയാൻ പറ്റണില്ലേ, ആൾക്കാർ പറയണില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുന്നുണ്ട്, അച്ഛനമ്മമാരുടെ കാലശേഷം പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യം ചെയ്തവരായിരിക്കണം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ അങ്ങനത്തെ ഒരു പറ്റം സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്.